കേരളത്തിൽ വിദ്യാഭ്യാസ നയത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത കേന്ദ്ര ഫണ്ട് വാങ്ങിയെടുക്കാമെന്ന വിചിത്രവാദവും മന്ത്രി മുന്നോട്ട് വച്ചു. ആദ്യം ആ പ്രതികരണങ്ങളാണ്. PM-ശ്രീ പദ്ധതി യഥാർത്ഥത്തിൽ കേരളത്തിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. 165 സ്കൂളുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് തരേണ്ടത് PM-ശ്രീ പദ്ധതി നടപ്പിലാക്കിയില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് SSK എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന് 1500 വരുന്ന കോടി രൂപ തരേണ്ടത് അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയുള്ള നിലപാട് മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. അതിനാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ള പ്രശ്നമാണുള്ളത്. നമ്മൾ അവരുടെ കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന തെറ്റായ സിലബസ് കൊണ്ടുവരുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന തെറ്റായ മറ്റൊരു മാർഗങ്ങളും നമുക്ക് തെറ്റും തോന്നുന്ന ഒരു മാർഗങ്ങളും സ്വീകരിക്കുന്നില്ല. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, കേന്ദ്ര നിർദ്ദേശങ്ങളൊന്നും തന്നെ പാലിക്കാൻ തയ്യാറല്ല, പക്ഷേ ഫണ്ട് കിട്ടിയേ മതിയാകൂ. ഇതാണ് ഒരിക്കൽ കൂടി ശിവൻകുട്ടി പറയുന്നത്. അന്നും സമാന രീതിയിലുള്ള ഒരു വാദം ശിവൻകുട്ടി പത്രസമ്മേളനത്തിൽ നടത്തിയിരുന്നു. എന്തായാലും ആ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും വിചിത്രമായ വിശദീകരണമാണ്. പറയൂ ശാലിനി. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രഖ്യാപനം നടത്തിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ, ആ വിവാദങ്ങൾക്ക് ശേഷം പരസ്യമായി പ്രതികരിക്കാനെത്തിയ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എന്താണോ പറഞ്ഞത് ആ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അതായത് തന്ത്രപരമായി കേന്ദ്രത്തിൻ്റെ കയ്യിൽ നിന്ന് 1500 കോടി രൂപ വാങ്ങാനുള്ള ശ്രമം, അതായിരുന്നു PM-ശ്രീയിൽ ഒപ്പുവയ്ക്കൽ എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി ഈ ഘട്ടത്തിലും ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 6 ദിവസങ്ങൾക്ക് മുൻപ് വിദ്യാഭ്യാസ സെക്രട്ടറി ഈ കരാറിൽ, ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചത് എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. 47 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് ക്ഷേമം ഉറപ്പാക്കാൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണമേന്മ മെച്ചപ്പെടുത്താൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് SSA ഫണ്ടിലൂടെയും SSAയുടെ തരാത്ത ഫണ്ട് അടക്കമുള്ള കാര്യങ്ങൾക്കായി 1500 കോടി രൂപ കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് സർക്കാരിനുണ്ടായിരുന്നത് എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി അടക്കം പറയുകയും ചെയ്ത മറ്റൊരു കാര്യമുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം അടക്കമുള്ള കാര്യങ്ങൾക്ക് എന്താണ് പ്രശ്നം, അത് കേരളത്തിൽ നടപ്പിലാക്കുമെന്നുള്ളത്. PM-ശ്രീ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നതും അത്തരത്തിൽ ചില നിർദ്ദേശങ്ങൾ തന്നെയാണ്. അപ്പോൾ PM-ശ്രീ എന്ന് പറയുന്ന പദ്ധതിയിൽ ഒപ്പുവയ്ക്കും, ഫണ്ട് നേടിയെടുക്കും, പക്ഷേ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട മറ്റ് 8ഓളം വരുന്ന നിർദ്ദേശങ്ങൾ അത് കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. പ്രധാനമായും ഈ പുസ്തകം അച്ചടിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമായും സ്റ്റേറ്റിന്റെ അണ്ടറിലായിരിക്കും. SCERT ആയിരിക്കും അതിന്റെ പൂർണ്ണമായ ചുമതല വഹിക്കുക എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ ഈ സംഭവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിരുദ്ധാഭിപ്രായം ഉണ്ടാവുകയാണെങ്കിൽ, MOU അടക്കം ഒപ്പുവെച്ച സാഹചര്യത്തിൽ അതിലേതെങ്കിലുമുള്ള ഒരു തീരുമാനം മാറുകയാണെങ്കിൽ അത് കേന്ദ്രവുമായി കൂടി ആലോചിച്ചതിന് ശേഷം പിന്നോട്ട് പോകാനുള്ള അവകാശം അത് സർക്കാരിനുണ്ട് എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. അത് നിലവിൽ ഇപ്പോൾ ആലോചനയില്ല, പക്ഷേ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ആ MOUയിൽ നിന്ന് പിന്മാറാൻ അത് രണ്ട് കൂട്ടരും ആലോചിച്ച് തീരുമാനം എടുക്കേണ്ടതാണ്. അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ ചർച്ച നടത്തും. പക്ഷേ ഏത് തരത്തിലായിരിക്കണം PM-ശ്രീ കേരളത്തിൽ നടപ്പിലാക്കേണ്ടത്, ഏത് തരത്തിൽ മുന്നോട്ട് പോകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും തീരുമാനിക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി ഈ ഘട്ടത്തിൽ പറയുന്നത്. എന്തായാലും ഫണ്ട് നേടിയെടുക്കാനുള്ളൊരു തന്ത്രമായിരുന്നു പിന്നിലെന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ അവകാശവാദം. അതേസമയം തന്നെ ഇത്തരത്തിൽ ഒപ്പുവെച്ച സാഹചര്യത്തിൽ പൂർണ്ണമായും കേന്ദ്രം എന്താണോ പ്രതിദാനം ചെയ്യുന്നത്, NEP-യിൽ എന്താണോ പറയുന്നത് അത് പൂർണ്ണമായും അംഗീകരിക്കും എന്നുള്ള MOU ആണ് സർക്കാർ ഒപ്പുവെച്ചിരിക്കുന്നത്. എന്തായാലും അതിൽ നിന്ന് ഇനി പിന്നോട്ട് പോകാൻ മന്ത്രി പറയുന്ന വാക്കുകൾക്ക് പറ്റുമായിരിക്കാം, പക്ഷേ ആ കരാറുമായി മുന്നോട്ട് തന്നെ പോകേണ്ടി വരും. അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഇടത് സർക്കാരിനാകില്ല. മറ്റ് സംസ്ഥാനങ്ങൾ എങ്ങനെയാണോ NEP-യും ഒപ്പം തന്നെ PM-ശ്രീയും നടപ്പിലാക്കിയത് അതേ രീതിയിൽ തന്നെ ഇടത് സർക്കാരിനും പോകേണ്ടി വരും. ശരി ശാലിനി, കേരളത്തിൽ വിദ്യാഭ്യാസ നയത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ കേന്ദ്ര ഫണ്ട് വാങ്ങിയെടുക്കുമെന്ന വിചിത്രവാദമാണ് മന്ത്രി ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ മുന്നോട്ട് വച്ചത്. ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.